ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എപ്സിലോൺ ലേണിംഗ്. ഇന്ന് നമ്മൾ +1 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുക. കാരണം ഇനിയുള്ള ചാപ്റ്റേഴ്സിലായാലും സെറ്റ്സ് യൂസ് ചെയ്തിട്ട് കുറേ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ സെറ്റ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ്സ്. Set theory. The theory of sets was developed by German mathematician George Cantor ആണ് സെറ്റ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ്സ് ആർ യൂസ്ഡ് ടു ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. റിലേഷൻസും ഫംഗ്ഷനും അടുത്ത ചാപ്റ്റേഴ്സുകളായിട്ട് പഠിക്കും. അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? സെറ്റ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ദ സ്റ്റഡി ഓഫ് പല ജോമെട്രി, സീക്വൻസസ്, പ്രോബബിലിറ്റി, അങ്ങനെ പല ഏരിയയിലും നമുക്ക് സെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി പോകണം. അപ്പോൾ സെറ്റ് ചാപ്റ്ററൊക്കെ സെറ്റാക്കി പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ്? നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സെറ്റ്, അല്ലേ? നമ്മളൊരു സെറ്റാണ്, നമ്മളൊരു ടീമാണ്, നമ്മളൊരു കൂട്ടാണ്, നമ്മളൊരു ഗണാണ് എന്നൊക്കെ പറയുന്നതാണ് സെറ്റ്, അല്ലേ? അപ്പോൾ സെറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്താ വെച്ചാൽ, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ്? ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. കളക്ഷൻ ആണല്ലേ, കളക്ഷനാണ്. ഓക്കെ, വെൽ ഡിഫൈൻഡ്. എന്താ അപ്പോൾ വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ക്ലാസ്സിലെ +1 ക്ലാസ്സിലെ എത്ര ആൺകുട്ടികളുണ്ട്? ആൺകുട്ടികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 35 ആണെങ്കിൽ ഓരോ കുട്ടിയോട് ചോദിച്ചാലും എല്ലാ കുട്ടികൾക്കും 35 തന്നെയാണ് ആൻസർ വരാം, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരേ ആൻസർ വരുന്നതാണ് വെൽ ഡിഫൈൻഡ്. അല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ആൻസർ പറയാൻ പറ്റുന്നതാണ് എന്താ? വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഇനി സെറ്റ് അല്ലാത്തത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ എന്താ? നോട്ട് ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, അല്ലേ? നോട്ട് ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എന്തൊക്കെയാവാം? ഒബ്ജക്റ്റ് എന്ത് വേണമെങ്കിലും ആവാം, അല്ലേ? ലെറ്റേഴ്സ് ആകാം, ആൽഫബെറ്റ്സ് ആകാം, റിവേഴ്സ് ആവാം, എന്തിനെപ്പറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലേ? എക്സെട്ര, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ആരോട് ചോദിച്ചാലും ആൻസർ എന്തായിരിക്കണം? ഒന്നായിരിക്കണം, ആൻസർ സെയിം ആയിരിക്കണം. ഓക്കെ, സെയിം ആൻസർ കിട്ടണം. ഇനി സെറ്റ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ് ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേറെ വേറെ ആൻസർ ആയിരിക്കും, അല്ലേ? ഒരാൾക്ക് ചിലപ്പോൾ മെസ്സി ആകാം, റൊണാൾഡോ ആകാം, നെയ്മർ ആകാം, അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ ആൻസർ ആയിരിക്കും. അപ്പോൾ അത് സെറ്റാണോ? അല്ല, അത് സെറ്റാവില്ല. അതെന്തല്ല? വെൽ ഡിഫൈൻഡ് അല്ല, അല്ലേ? അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റിന് ദ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. വവൽസ് ഏതൊക്കെയാണ്? A, E, I, O, U. അതല്ല, ആരോട് ചോദിച്ചാലും ഒരേ ആൻസർ തന്നെ, അല്ലേ? വേറെന്താ? കളക്ഷൻ ഓഫ് ഓൾ ഡേയ്സ് ഇൻ വീക്ക്. ഒരു വീക്കിൽ ഉള്ള ദിവസങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ ദിവസങ്ങളായിരിക്കും, അല്ലേ? സെയിം ആൻസർ ആയിരിക്കും എല്ലാവർക്കും കിട്ടുക. അപ്പോൾ എന്താണ്? അതൊക്കെയാണ് സെറ്റിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ സെറ്റ് ആകുന്നത് ഏതാണെന്നും സെറ്റ് അല്ലാത്തത് ഏതാണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി സെറ്റിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആവണം, 10നേക്കാൾ ചെറുതും ആവണം, അല്ലേ? അപ്പോൾ അതെന്താണ്? ഇതൊരു സെറ്റാണ്. അത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഓക്കെ, ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. അതെന്താ? ഒരു സെറ്റല്ലേ? ഇനി ദ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, നെയിംലി A, E, I, O, U. ഓക്കെ, ദ വാരിയൻസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. അതെന്താണ്? സെറ്റാണ്. ഇനി പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210, നെയിംലി നമുക്ക് എന്താ പറയാം? 2, 3, 5, 7. അതാണ് 210ൻ്റെ പ്രൈം ഫാക്ടേഴ്സ്. അതും എന്താണ്? സെറ്റ്സ് ആണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് കണ്ടാലോ അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്കത് സെറ്റാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാം, അല്ലേ? സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതൊരു വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് സം ഇമ്പോർട്ടൻറ്റ് സെറ്റ്സ് നോക്കാം. ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് നോക്കി നോക്കാം, അല്ലേ? ഫസ്റ്റ്, ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കൗണ്ടിങ് നമ്പേഴ്സ്, അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന? 1, 2, 3, 4, 5 അങ്ങനെ പോകും. ഇതെന്താണ്? ഇതൊരു സെറ്റാണ്, അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. എന്താണ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്?
ഇൻറ്റീജേഴ്സ് എന്താ 0 1 2 3 അങ്ങനെ പോകും. ഇങ്ങോട്ടോ -1 -2 -3 ഇങ്ങനെ പോകും. ഇതാണ് എന്ത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജർ. ഓക്കെ, അതൊരു സെറ്റല്ലേ? ആരോട് ചോദിച്ചാലും എല്ലാവരും ആരോട് ചോദിച്ചാലും സെയിം ആൻസർ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. എന്താ റാഷണൽ നമ്പേഴ്സ്? P/Q ഫോം Q ≠ 0 അല്ല, 1/2 2/3 3/9 എന്ത് വേണമെങ്കിലും വരാം അല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏതാ ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. അതാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അതൊരു സെറ്റാണല്ലോ. ഇനി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ ആരൊക്കെ വരും? എന്താണ് റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സിൽ എല്ലാ നമ്പേഴ്സും വരും. ഏതൊക്കെ നമ്പേഴ്സ് വരും? 0 വരാം, പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, റാഷണൽ നമ്പേഴ്സ് വരും, ഡെസിമൽ നമ്പേഴ്സ് വരും, എല്ലാ നമ്പേഴ്സും വരുന്നതാണ്. റൂട്ടുള്ള നമ്പേഴ്സ് വരുന്നതാണ് എന്ത്? റിയൽ നമ്പേഴ്സ് അല്ല. ഇനി അടുത്തത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ. Z+ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. Z+ ആണ്. Z+ എഴുതുമ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രം എഴുതിയാൽ മതി. പോസിറ്റീവ് ഇൻറ്റീജർ എഴുതുമ്പോൾ 1 2 3 എക്സിട്ര. ഓക്കെ, അടുത്തത് Q+, സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ. പോസിറ്റീവ് റാഷണൽ നമ്പർ എഴുതുക. Q+ ആണ്. മേലെ പ്ലസ് സൈൻ കാണുമ്പോൾ പോസിറ്റീവ് ആണ് എഴുതേണ്ടത്. ഓക്കെ, R+, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ R+ൽ നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ പോസിറ്റീവ് നമ്പേഴ്സാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ Z+, Q+, R+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സാണ് അതിൽ എഴുതേണ്ടത്. എന്താണോ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ഇൻറ്റീജേഴ്സിലെ പോസിറ്റീവ് എഴുതണം, റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എഴുതണം, റിയൽ നമ്പർ ആണെങ്കിൽ അതിലെ പോസിറ്റീവ് നമ്പേഴ്സ് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ്സ് റെപ്രസെൻറ്റേഷൻസ്. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സെറ്റിലെ ഓരോ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സെറ്റ് പറഞ്ഞു ഇല്ലേ? അതായത് AEIOU, അതായത് വൊവൽസ് പറഞ്ഞില്ലേ? അപ്പോൾ അതിലെ AEI അത് ഓരോന്ന് എന്താണ്? എലമെൻറ്റ്സ് ആണ് അല്ലേ? ഇനി എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. ഇപ്പോൾ AEIOU ആണെങ്കിൽ AEIOU സ്മോൾ ലെറ്റർ വെച്ചിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ എലമെൻറ്റ്സ്. ഓക്കെ, ഇത് ഓരോന്നിനെ വിളിക്കണം. A ഒരു എലമെൻ്റാണ്, E ഒരു എലമെൻ്റാണ്, I ഒരു എലമെൻ്റാണ്, O ഒരു എലമെൻ്റാണ്, U ഒരു എലമെൻ്റാണ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റ്സിന് 2 റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഏതൊക്കെ ഫോമാണ്? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് വിളിക്കാം. അടുത്തൊരു റെപ്രസെൻറ്റേഷനാണ് സെറ്റ് ബിൽഡർ ഫോം, അതായത് സെറ്റിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എലമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. അതായത് ഒരു സെറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ആ സെറ്റ് ബ്രാക്കറ്റാണ് കേളി ബ്രാക്കറ്റ് നമ്മൾ വിളിക്കാം. എലമെൻറ്റ്സിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോമ ഉണ്ടാവും. അതായത് 1 2 3 4 ഇതെന്താണ്? ഇതൊരു സെറ്റാണ്. ഇങ്ങനെയായിരിക്കും റോസ്റ്റർ ഫോമിൽ എഴുതാം. ഓക്കെ, ഓരോ എലമെൻറ്റും എഴുതി കോമട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇൻ സെറ്റ് 1 എലമെൻറ്റ് അപ്പിയേഴ്സ് ഓൺലി വൺസ്. ഒറ്റ പ്രാവശ്യം ഒരു എലമെൻറ്റ് എന്താ ഉണ്ടാവുള്ളൂ? ഒറ്റ പ്രാവശ്യമേ സെറ്റിൽ അപ്പിയർ ആവുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു വേർഡിലെ ലെറ്റേഴ്സ് സെറ്റാക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതിയാൽ മതി? SCHOL. O 2 ടൈംസ് ഉണ്ട്, പക്ഷേ ഓനെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതണം? എലമെൻറ്റ്സ് എങ്ങനെ എഴുതണം? എലമെൻറ്റ്സ് ഓരോന്നും എടുത്ത് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തതാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എലമെൻറ്റ്സ് ആർ റെപ്രസെൻറ്റ് ബൈ ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു, സെറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ AEIOU എന്തെഴുതി? ഓരോ എലമെൻറ്റിനെ എഴുതി സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓക്കെ, ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സെറ്റ് ബ്രാക്കറ്റ് ഇടുന്നു, എക്സ് ഒരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഞാൻ എക്സ് കൊടുക്കുന്നു, ഒരു കോളൻ ഇടുന്നു. എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് വായിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വൊവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇങ്ങനെ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതാതെ ഇപ്പോൾ AEIOU ഇത് 5 എന്താണ്?
എന്താണ് വൊവൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് കോമൺ ആയിട്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഈ എക്സ് എന്ന് പറയുന്നത് ആരാണ്? എക്സ് ഈസ് എ വൊവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അങ്ങനെ ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ച് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? സെറ്റ് ബ്രാക്കറ്റ് 2 1 ഓഡ് നാച്ചുറൽ നമ്പർ കേട്ടോ, 1 3 5 7 എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എന്തായി കോമൺ ആയിട്ട് ഒരു എക്സോ വൈയോ എന്ത് വേണമെങ്കിലും എടുക്കാം. എക്സ് എടുക്കാം, വൈയോ സെഡ് എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സ്മോൾ ലെറ്റർ ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ത് എഴുതാം? എക്സ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ. ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ. നമ്മളൊരു കോമൺ പ്രോപ്പർട്ടി വെച്ച് എഴുതുന്നു. അതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എലമെൻസിന് ഓരോന്നും നമ്മളിങ്ങനെ എഴുതണം, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മളൊരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എഴുതാം. ഓക്കെ, അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ അത് വായിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇനി വൈ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ്. ഇനി സെഡ് ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ്. എന്താണോ എന്നുള്ളതെന്ന് വെച്ചാൽ അത് എഴുതാം. എക്സ് ആണോ വൈ ആണോ സെഡ് ആണോ കൊടുത്തെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കോമൺ പ്രോപ്പർട്ടി എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾസ് പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ റോസ്റ്റർ ഫോമിലാണ് ഒരു സെറ്റ് എഴുതിയിട്ടുള്ളത്. ഇതെന്താണ്? വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണല്ലേ. ഓക്കെ, അപ്പോൾ എ ഇ ഐ ഒ യു. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് വി എന്ന സെറ്റിനെ നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു. എലമെൻറ്റ്സ് എല്ലാം എന്താണ്? സ്മോൾ ലെറ്റേഴ്സാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞത് വിയിലുണ്ട്. അങ്ങനെ നമ്മളെങ്ങനെ പറയാം? എ എന്ന് പറയുന്നത് വിയിലുണ്ട്. എ ബിലോങ്സ് ടു വി എന്ന സെറ്റിലുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എ ബിലോങ്സ് ടു ഈ ഒരു സിമ്പിൾ ഇ ബിലോങ്സ് ടു വി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ബിലോങ്സ് ടു വി. എ എന്ന് പറയുന്നത് വിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിനെന്താക്കി എഴുതാം? ചുരുക്കി എഴുതാം. ഓക്കെ, ബിലോങ്സ് ടു, ഇതിൻ്റെ മീനിങ് ബിലോങ്സ് ടു എന്നാണ് കേട്ടോ. ഈ സിമ്പിൾ ഒരു ഗ്രീക്ക് സിമ്പിളാണ്, ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ലെറ്ററാണ്. ഓക്കെ, ഇനി ബി വിയിലുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ എഴുതും നമ്മൾ? ഡസ് നോട്ട് ബിലോങ്സ് ടു. ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഡസ് നോട്ട് ബിലോങ്സ് ടു ഇങ്ങനെയാണ് എഴുതുക, ഡസ് നോട്ട് ബിലോങ്സ് ടു. ഓക്കെ, ഇനി എച്ച് വിയിലുണ്ടോ? എച്ച് വിയിലില്ല. എച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു വി. ഓക്കെ, അപ്പോൾ ബിലോങ്സ് ടു ആണ് ഇത് കേട്ടോ. ബിലോങ്സ് ടുവിനാണ് ഈ സിമ്പിൾ ഉപയോഗിക്കുക. ഡസ് നോട്ട് ബിലോങ്സ് ടുവിന് ഈ ഒരു സിമ്പിളും നമ്മൾ യൂസ് ചെയ്യും. ഡസ് നോട്ട് ബിലോങ്സ് ടു. ഓക്കെ, അപ്പോൾ രണ്ട് സിമ്പിൾ ഇവിടെ പഠിച്ചു. സെറ്റ് ബ്രാക്കറ്റ് പഠിച്ചു അല്ലേ. സെറ്റ് ഓഫ് ഓൾ, ഈ കോളൻ ഇട്ടാൽ നമ്മൾ സെച്ച് ദാറ്റ് എന്ന് പറയും. ഇതെന്താ? ബിലോങ്സ് ടു എന്ന് പറയും. ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കിയേ. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിങ് ദ വേർഡ് സ്കൂൾ. സ്കൂൾ എന്ന് പറഞ്ഞ വേർഡിൽ ഉള്ള ലെറ്റേഴ്സ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതും? സെറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി എസ് സി എച്ച് ഒ എന്തെഴുതി? എൽ എഴുതി അല്ലേ. ഓ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഓന് 2 പ്രാവശ്യം എഴുതണോ? വേണ്ട, ഓന് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ എഴുതിയോണ്ട് വല്ല പ്രശ്നമുണ്ടോ? എച്ച് എൽ സി എസ് ഒ പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ എഴുതിയോണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഓർഡറിന് പ്രാധാന്യമില്ല, ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എല്ലാ എലമെൻസും ആ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോമിൽ എഴുതണം. ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനെ സെറ്റാക്കി നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താ വന്നിട്ടുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതിൻ്റെ ജനറൽ ഫോം എന്താ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? -2 എന്തായിരിക്കും? -2 കിട്ടണം അല്ലേ. -2 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം. അപ്പോൾ 2 - 1 ഈക്വൽ ടു 1 ആണ്. 2 × -1 ഈക്വൽ ടു -2 ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വരും? 2ഉം -1ഉം 2ഉം -1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് സ്പ്ലിറ്റാക്കി എങ്ങനെ എഴുതാം? x minus 1 and x plus 2 equal to 0, then x minus 1 equal to 0, അല്ലെങ്കിൽ x plus 2 equal to 0, then നമുക്ക് എന്ത് കിട്ടി? x equal to 1
അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -2. അപ്പോൾ വാല്യൂസ് വരുന്നത് എക്സ് ഈക്വൽ ടു 1ഉം -2 ആണ്. അതായത് ഒരു സെറ്റാക്കി നമുക്ക് ഏതാണെങ്കിൽ ഇപ്പോൾ ഒരു സെറ്റ് എ ഈക്വൽ ടു നമ്മുടെ സൊല്യൂഷൻ സെറ്റാണ് കേട്ടോ. എ ഈക്വൽ ടു ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയുള്ളത് 1ഉം എക്സിൻ്റെ വാല്യൂ ആരൊക്കെ വരാം 1ഉം -2ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു -2 1 റോസ്റ്റർ ഫോമിലാണല്ലോ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പോൾ -2 ഇതിൻ്റെ മീനിങ് എന്താ? -2 ഈ x² പ്ലസ് x -2 ഈക്വൽ ടു 0ൽ എക്സിൻ്റെ വാല്യൂ -2 ആകുമ്പോഴും എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴും 0 കിട്ടും. ചെക്ക് ചെയ്ത് നോക്കിക്കേ. -2² പ്ലസ് -2 ഈക്വൽ ടു -2ൻ്റെ സ്ക്വയർ 4 4 ഈക്വൽ ടു 0 കിട്ടിയില്ലേ? ഇനി 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1² പ്ലസ് എന്ത് കിട്ടി? 1 -2 1² 1 പ്ലസ് 2 2 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇങ്ങനെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് അറിയാത്തവരാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² -4ac/2a. ഇവിടെ a എന്താണ്, b എന്താണ്, c എന്താണ് നോക്കിയാൽ മതി. a എന്താണ്? a എന്ന് പറയുന്നത് x²ൻ്റെ കോയിഫിഷ്യൻറ്റ്. a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -1 പ്ലസ് ഓർ മൈനസ് √1² -4 ഇൻറ്റു a എന്താണ് 1 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഓക്കെ, ദെൻ -1 പ്ലസ് ഓർ മൈനസ് 1² എന്താണ് 1 ആണ്. 1 മൈനസും മൈനസും പ്ലസ് ആവും. 1 പ്ലസ് 4 ഇൻറ്റു 2 എന്താണ് 8 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 പ്ലസ് ഓർ മൈനസ് √9 അല്ലേ ഇത്? √9 എന്ന് പറയുന്നത് എന്താണ് 3 ആണ് ബൈ 2. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? -1 പ്ലസ് 3/2 ഓർ -1 മൈനസ് 3/2. -1 പ്ലസ് 3/2 എന്താ? -1 പ്ലസ് 3/2 എന്ന് പറയുന്നത് 3 - 1/2 2/2. ദെൻ -4/2 2/2 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. -4/2 എന്ന് പറയുന്നത് -2 ആണ്. സെയിം ആൻസർ തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? 1ഉം -2ഉം എക്സിൻ്റെ വാല്യൂ. ക്വസ്റ്റ്യൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ റോസ്റ്റർ ഫോമിൽ എഴുതാനായിരുന്നു അല്ലേ? അതെന്നുള്ളത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ set of all x such that x is a positive integer and x² less than 40 in roster form. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് x² ലെസ് ദാൻ 40 ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആവണം. ഓക്കെ, അപ്പോൾ എക്സുകളുടെ സെറ്റാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിനെ ഓരോ എക്സിനെയും സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് 40നേക്കാൾ കുറവുള്ള നമ്പേഴ്സിന് റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 അങ്ങനെ പോകും. ഓക്കെ, ഇനി ഓരോന്നിനും സ്ക്വയർ ചെയ്തേക്കാം. 1² ഈക്വൽ ടു 1 2² എന്താ 2² ഈക്വൽ ടു 4 ആണ്. 3² ഈക്വൽ ടു 9 4² ഈക്വൽ ടു 16 5² ഈക്വൽ ടു 25 6² ഈക്വൽ ടു 36 7² ഈക്വൽ ടു 49. അപ്പോൾ എവിടം വരെ പാടുള്ളൂ? ലെസ് ദാൻ 40 ആണല്ലേ. 14 വരെ പാടുള്ളൂ. ഇത് 49 അല്ല. അപ്പോൾ നമ്മൾ എവിടം വരെ എടുക്കാൻ പാടുള്ളൂ? ഇവിടം വരെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സെറ്റ് എഴുതേണ്ടത് എന്താ? ഇപ്പോൾ സെറ്റ് ഈക്വൽ ടു സെറ്റ് ബി ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതാം? ഈ 1 4 9 16 25 36 എല്ലാം എഴുതേണ്ടത് എക്സുകളെയാണ് എഴുതേണ്ടത്. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്തത് ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരുന്നു? എക്സ് സ്ക്വയറുകളായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 1 2 3 4 5 6. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് x² ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്ത് 40നേക്കാൾ കുറവുള്ള നമ്പേഴ്സ് അതിൻ്റെ എക്സുകളെയാണ് എഴുതേണ്ടത്. ആ നമ്പറിനെയാണ് എഴുതേണ്ടത്, സ്ക്വയറുകളെയല്ല. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. റൈറ്റ് ദ സെറ്റ് A ഈക്വൽ ടു 1 4 9 16 25 എക്സെട്ര ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതേണ്ടത് എ എന്ന് പറഞ്ഞ സെറ്റിന്. ഓക്കെ, ഇതെന്താണ്? ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള എന്ത് റോളാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയേ. 1 4 9 16 25 അല്ലേ? ഇതൊക്കെ എന്താ? 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയറാണ്, 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്, 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയറും, 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറും, 25 എന്ന് പറയുന്നത് എന്താണ്? 5ൻ്റെ സ്ക്വയറാണ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇതിൽ ഓരോന്നിനും
സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുള്ളത്. എക്സ് സച്ച് ദാറ്റ്. ഇതിന് ജനറലായിട്ട് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് ഓരോ നമ്പറും എന്താണ്? എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് എന്തിൻ്റെയാണ്? സ്ക്വയർ ഓഫ് 1 തൊട്ടല്ലേ? അപ്പോൾ 1 മുതൽ എന്ത് നമ്പേഴ്സാണ്? നാച്ചുറൽ നമ്പർ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 4. റൈറ്റ് ദ സെറ്റ് 1/2, 2/3, 3/4, 4/5, 5/6 ആൻഡ് 6/7 ഇൻ സെറ്റ് ബിൽഡർ ഫോം. അല്ലെ, റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതണം. ഓക്കെ, റാഷണൽ നമ്പേഴ്സാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1/2 എന്താ തന്നിട്ടുള്ളത്? 1/2, 2/3, 3/4, 4/5. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിനേക്കാളും 1 കൂടുതലാണ് ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ 1 എന്തായി? 2 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി 2 എടുത്തപ്പോൾ ഇവിടെ എന്തായി? താഴെ 3 ആയി, 2/3. പിന്നെ 3 എടുത്തപ്പോൾ 4 ആയി. അപ്പോൾ താഴെ 1 കൂടുതലാണ്. മേലത്തെ നമ്പറിനേക്കാളും 1 കൂടുതലാണ് താഴെയുള്ള നമ്പർ. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ടാണ്, എൻഡ് ചെയ്യുന്നത് എവിടെ വരെയാണ്? ന്യൂമറേറ്റർ 6 വരെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിനേക്കാളും 1 കൂടുതലാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എക്സ് എന്ന ഫോം, അതായത് ഇതിൽ ഓരോ നമ്പറും ഞാൻ ഇത് 1, 2, 3, 4, 5, 6നെ ഞാൻ ജനറലായിട്ട് n എടുത്താൽ എക്സ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു n/n+1. n മേലെ ആണെങ്കിൽ എന്നിനേക്കാൾ 1 കൂടുതലാണ് താഴെ അല്ല. അപ്പോൾ n/n+1, അതായത് n 1 എടുക്കുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞു, അതായത് താഴെ എന്ത് വരും? n+1 എന്ന് പറയുന്നത് എന്തായി? 2 ആയി അല്ലേ. n+1 എന്ന് പറയുന്നത് 2 ആയി. അപ്പോൾ n 2 എടുക്കുകയാണെങ്കിൽ 2+1 താഴെ എന്ത് വരും? 3 വരും അല്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു n/n+1 വേർ n എന്ന് പറയുന്നത് n സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ടായതുകൊണ്ട് n എന്താണ്? n ഈസ് എന്തെന്ന് എഴുതാം? n ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എന്ത് എഴുതാം? n സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നതും 1 മുതൽ 6 വരെയാണ് അല്ല. അപ്പോൾ 1 <n <6 ഇങ്ങനെ എഴുതിക്കൂടെ? എന്നിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ എൻഡ് ചെയ്യുന്നത് 6 വരെയാണ്. അതാണ് നമ്മൾ ലാസ്റ്റ് 1 <n <6 എഴുതിയത് കേട്ടോ. അപ്പോൾ എക്സ് ഈക്വൽ ടു n/n+1 വേർ n എന്ന് പറയുന്നത് എന്താണ്? n ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 എന്നിൻ്റെ വാല്യൂ സ്റ്റാർട്ട് എൻഡും. എന്നിൻ്റെ വാല്യൂ 1 <n <6 വരെ, 1 തൊട്ട് 6 വരെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 5. മാച്ച് ഈച്ച് ഓഫ് ദ set on the left described in the roster form with the same set on the right described in the set builder form. roster ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും തന്നിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റത്തെ ആൻസർ 1 ഏതിലോട്ടാണ് മാച്ച് ചെയ്യുക? ഓക്കെ, PRINCAL അല്ലേ. അപ്പോൾ ഇത് ഏതായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പോൾ 1 ഡിയിലോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. എക്സ് ഈസ് ഫസ്റ്റ് എയിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. 18ൻ്റെ ഡിവൈസർ ഏതൊക്കെയാണ്? 1 വരാം, 2 വരാം, 3 പോകും, 6 വരാം, 9 വരാം, 18 വരാം. അപ്പോൾ എനെ ഏതിലോട്ട് മാച്ച് ചെയ്യാം? 3ലോട്ട് മാച്ച് ചെയ്യാം. ഇനി നോക്കിയേ, ബി എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ ഏതൊക്കെയാണ്? എക്സിന് ഏതൊക്കെ കൊടുക്കാം? എക്സ് 3 വരാം, എക്സ് ഈക്വൽ ടു -3 വരാം അല്ലേ. അപ്പോൾ എക്സ് -3 വന്നാലും 3 വന്നാലും ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇത് ഏതിലോട്ട് മാച്ച് ചെയ്യാം? ബിയിലെ 4ലോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അടുത്തത് നോക്കിയേ, എക്സ് ഈസ് എ ലെറ്റർ ഓഫ്, അടുത്തത് C, x is an integer and x plus 1 equal to 1. x plus 1 equal to 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന x. അപ്പോൾ x equal to ഈ 1 plus 1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 equal to എന്ത് വരും? 0 വരും. അപ്പോൾ സീനെ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 5 എക്സാമ്പിളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. സെറ്റ് ഏതാണ്, സെറ്റ് അല്ലാത്തത് ഏതാണ് നമുക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടാലോ നമുക്ക്
മനസ്സിലാവും അല്ലേ. പിന്നെന്ത് പറഞ്ഞു, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് പറഞ്ഞു അല്ലേ. 2 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും. ഓക്കെ, റോസ്റ്റർ ഫോമിൽ ഓരോ എലമെൻസിനെയും ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ച് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. പിന്നെ നമ്മൾ സിമ്പിൾ പറഞ്ഞു, ബിലോങ്സ് ടു പറഞ്ഞു അല്ലേ, സിമ്പിൾ ബിലോങ്സ് ടു പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.